വെൽക്കം ടു കാസ്റ്റർ മീഡിയ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന റിവ്യൂവിംഗ് ആണ്. സൂര്യ വേഴ്സസ് സൂര്യ. ഇറ്റ്സ് എ തെലുങ്ക് ഫിലിം ആൻഡ് റിലീസ്ഡ് ഓൺ 2015. ഞാൻ ഇപ്പോഴാണ് സിനിമ കാണുന്ന. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ, ത്രിത ചൗധരി, സായാരി ഷിൻഡെ, പിന്നെ തനിക്ക് ഭരണി, തമിഴ് കോമഡി സത്യ, അതുപോലെ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് കാർത്തികട്ടം ആണ്. മീൻസ് ഈഗിൾ മിറായി എന്ന സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം കൂടിയായിരുന്നത്. മീൻസ് ഡയറക്റ്റ് ചെയ്ത പടം. അദ്ദേഹം തന്നെയാണ് സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ബൈ സത്യമഹാവീർ അങ്ങനത്തെ പറഞ്ഞിട്ടൊരാളാണ്. കറക്റ്റ് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. ഇതൊക്കെയാണ് അറിയാവുന്ന കാര്യങ്ങൾ. പടം കൊണ്ട് ചോദിച്ചാൽ ആവറേജ് പടം. പറയാൻ പറഞ്ഞോട്ടെ, സിനിമ ഇഷ്ടപ്പെടും ഉണ്ട് കേട്ടോ. പടത്തിൽ നെഗറ്റീവ്സ് ഫസ്റ്റ് പറയാം. നെഗറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ചില ഒരു അന്നാറ്റി ഉണ്ട് ഈ പടത്തിൽ. പ്രവീൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട് സിനിമയിൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞോളൂ. തെലുങ്ക് സിനിമകൾ കാണുന്ന ഒരാൾക്ക് അറിയാതിരിക്കാൻ വിചാരിക്കുന്നു. അങ്ങനെയായിട്ട് കുറച്ചൊക്കെ നെഞ്ചുണ്ട്. ഒരു സീനിൻ്റെ ഒരു ക്രിഞ്ച് ഉണ്ടായിരുന്നു, അത് ഒന്ന് കളയാൻ തോന്നിപ്പോയി. പിന്നെ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. ഒരുപാട് അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ സിനിമയിൽ, അതുകൊണ്ട് അതൊക്കെയാണ് നെഗറ്റീവ്സ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് നെഗറ്റീവ്സ്. ഈ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സിൻ്റെ വെറുതെ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് മുളാക്കി അതിലേക്ക് കളഞ്ഞ്, അതൊക്കെയാണ് നെഗറ്റീവ്സ്. പടത്തോടെ റേറ്റിംഗ് 7.5/10. പിന്നെ പോസിറ്റീവ്സിലോട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സിദ്ധാർത്ഥ മര്യാദ ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രിത ചൗധരിയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ പടം ഞാൻ കണ്ടിട്ടില്ല. സാരിഷിൻ്റെ അടിച്ചു പിടിച്ചിട്ടുണ്ട്. അതുപോലെ തനിക്ക് ഭരണി, സത്യ, ഇവരൊക്കെ പൊളിച്ചു. പിന്നെ മ്യൂസിക് വളരെ ശാല ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, സോറി. സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ കൊള്ളായിരുന്നു കാർത്തികട്ടം തന്നെയാണ്. ഞാൻ വീണ്ടും പറയണത് 2015 ഇറങ്ങിയപ്പോഴാണ് ഞാൻ എപ്പോഴാക്കാൻ ഇപ്പോഴെന്തുകൊണ്ട് അറിഞ്ഞത് പോലും. എന്ത് വേറെ കാര്യം അല്ല, എന്തോ ചിക്കൻ്റെ ട്രെയിലർ നോക്കി ഊക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല. അതിന് മുമ്പേ ഞാൻ ഇത് കണ്ട് തീർത്തിട്ടുണ്ട്, സിനിമ കണ്ട് തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും റോക്കിംഗ് സ്റ്റാർ ഇനി വേറെ എന്തെങ്കിലും സ്റ്റാർ ആവാൻ എന്നൊരു പേടിയുണ്ട്. എന്തായാലും ഉള്ള ചെയ്തവരുള്ളും രാവണൻ്റെ തീർക്കുമെന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നികേഷൻ തത്തൻ തന്നെയും ഒരു നല്ലൊരു കംബാക്ക് ഇട്ടിട്ട് സ്വയംഭൂ പടം എന്തരാവെന്ന് എനിക്കറിയുള്ള. ട്രെയിലറും എന്നാൽ റിലീസ് നോട്ടും കൺഫേം ആയിട്ട് എന്തെങ്കിലും പേടിയുണ്ടാവുമായിരിക്കും. ഇത് ടീച്ചർ കണ്ടിട്ട് എന്തോ മാതിരി ഫീൽ ചെയ്ത് ബാബ് സ്പൂഫാന്ന് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ. പിന്നെ പാരഡൈസിൻ്റെ ടീച്ചർ കണ്ടിട്ട് സ്പൂഫ് എന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സ്പൂഫാണോ മനസ്സിലായി, സ്പൂഫാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഇവിടെ ഇറങ്ങുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുക. എന്തെങ്കിലും ആട്ടെ. പിന്നെ മറ്റേത് ടോച്ചിൽ പിന്നെ സ്പൂഫ് എന്ന് എനിക്കും തോന്നുന്നു. സ്പൂഫ് എന്ന് തോന്നുന്നില്ല, ആനിമൽ സ്പൂഫ് ആയിരിക്കും. സോറി, സ്പൂഫ് എന്നായിരിക്കില്ല, തന്ത. പിന്നെ ട്രെയിലർ റിയാക്ഷനിൽ ഒരുപാട് കോൺട്രവേഴ്സി എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഞാനത് എന്തായാലും കൈയും കുട്ടി സ്വീകരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക. അപ്പോൾ ബൈ ബൈ. ഓൾ ഹെയിൽ ദ വേൾഡ്.